എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അന്ന് ബാലേന്ദ്രൻ്റെ കർണത്തടിച്ച കുഞ്ഞിരാമമേനോടുള്ള വാശിക്കാണ് അന്ന് വൈജയന്തിയെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചതും വിവാഹം കഴിച്ചതും. പക്ഷേ അവൾ ഏത് പരുവത്തിലാണ് എങ്ങനെയാണ് എൻ്റെ കയ്യിലേക്ക് എത്തിയത് എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് സ്റ്റാൻലി നിങ്ങൾക്കാണ് എന്ന് പറയുന്നു. എന്നിട്ടിങ്ങനെ നല്ല ദേഷ്യമാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അന്ന് ഞാൻ ഗംഗാധരമേനോനെ കണ്ടതിന് ശേഷം തിരിച്ചു വരുമ്പോൾ നിങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ വെടിവെച്ച് കൊന്നേനെ. നിങ്ങളെ മാത്രമല്ല വൈജയന്തിയും അതുപോലെ ശിവശങ്കര മേനോനെയും രാജീവ് മേനോനെയും എല്ലാവരെയും അലീനെ അടക്കം ഞാൻ വെടിവെച്ച് കൊന്നേനെ. പക്ഷേ എന്ത് ചെയ്യാം, ഞാൻ വീണുപോയി. 2 മാസം ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അതിനുശേഷം അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് അടക്കി. എന്നിട്ട് എൻ്റെ ശത്രുക്കളിൽ നിന്നും ബാക്കി എല്ലാവരെയും ഞാൻ വെട്ടിമാറ്റി. എൻ്റെ ശത്രുത ഒരാളിലേക്ക് മാത്രം ഞാൻ കേന്ദ്രീകരിച്ചു. അതിന് കാരണമുണ്ട്. കാരണം കഴിഞ്ഞ 10-23 വർഷം എൻ്റെ മുമ്പിൽ പതിവ്രത ചമഞ്ഞ് അഭിനയിക്കുമായിരുന്നു അവൾ വൈജയന്തി. അതുകൊണ്ട് എൻ്റെ ശത്രുത മൊത്തം അവളോടാണ് എന്ന് പറയുന്നു. ഭയങ്കര ദേഷ്യത്തോടാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, വൈജയന്തി എൻ്റെ ലീഗൽ വൈഫ്, ഇല്ലീഗലായിട്ട് പ്രസവിച്ച എൻ്റെ ഭാര്യ എന്ന് പറയുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുവാണ്, ഞാൻ നിങ്ങളെ തേടി കണ്ടുപിടിച്ചതിന് ഒരു കാരണമുണ്ട് സ്റ്റാൻലി. കാരണം ഈ ഭൂമിയിലെ കള്ളത്തരങ്ങൾ ഒന്നും മനസ്സിലാകാതെ, കപടതകൾ ഒന്നും മനസ്സിലാകാതെ നിങ്ങൾ പോകരുത്, നിങ്ങൾ അറിയാതെ പോകരുത്. അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും സ്റ്റാൻലി പറയുവാണ്, എനിക്ക് എൻ്റെ മകളെ ഒന്ന് കാണണമെന്ന്. അവരിങ്ങനെ കുറച്ചേരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. അതുപോലെ ഇതിനിടയ്ക്ക് ഗോവർദ്ധനെ കാണിക്കുന്നുണ്ട്. ഗോവർദ്ധൻ ഹോട്ടലിലോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. ഹോട്ടലിൽ വന്നതിന് ശേഷം പുറത്ത് നിന്ന് ഫോൺ വിളിക്കുവാണ് ഗോവർദ്ധൻ ബാലേന്ദ്രനെ. അപ്പോഴത്തേക്കും ബാലേന്ദ്രൻ ഇറങ്ങി പോരും കേട്ടോ. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് വിളിക്കുന്നത്. എങ്ങോട്ടാണ് വരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പുറത്തേക്ക് വരുവാണ്, എന്നിട്ട് നമുക്കിപ്പോൾ കാണാമെന്ന് പറയുന്നു. അങ്ങനെ ബാലേന്ദ്രൻ പുറത്തേക്ക് വന്ന് കഴിയുമ്പോൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഗോവർദ്ധൻ. അന്നേരം താൻ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാടോ എന്ന് ചോദിക്കും. അന്നേരം ഒന്നുമില്ല ബാലേട്ട, ഇതെന്താ ബാലേട്ടൻ ഇവിടെ എന്ന് ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ അവിടെ നിന്ന് ഇത്തിരി അങ്ങ് മാറി നിന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ആ സ്റ്റാൻലി ജോസഫ് വന്നിട്ടുണ്ട് എന്ന്. അദ്ദേഹം പെട്ടെന്ന് ഭയങ്കര ഒരു ഞെട്ടലോടെ ഗോവർദ്ധൻ ചോദിക്കും, അതെന്തിനാണ് അയാൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പം അയാൾക്ക് അയാളുടെ മകളെ ഒന്ന് കാണണമെന്ന്, അതിനു വേണ്ടിയാണ് വന്നത്. കണ്ടു ബോധിച്ചാൽ മാത്രമേ അയാൾ കൂടെ കൊണ്ടുപോകുള്ളൂ എന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും ഗോവർദ്ധൻ. അന്നേരം സ്വാഭാവികമായിട്ടും അതൊക്കെ നടക്കേണ്ട കാര്യമല്ലേടോ. നമ്മളൊരു സുപ്രഭാതത്തിൽ പോയി അയാളോട് പറഞ്ഞു അയാൾക്കൊരു മകളുണ്ട്, ആ മകൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന്. ആരാണെങ്കിലും അന്വേഷിച്ചിറങ്ങുമല്ലോ അതിൻ്റെ സത്യാവസ്ഥ. അത് തന്നെയാണ്, അതങ്ങ് നമുക്ക് സാധിച്ചു കൊടുത്തേക്കാം എന്ന് പറയുന്നു. എന്നിട്ട് ബാലേന്ദ്രൻ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, അയാൾക്ക് കണ്ടു ബോധ്യപ്പെട്ട് 1% പോലും സംശയമില്ലെങ്കിൽ മാത്രം എൻ്റെ മകളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയാൽ മതി. അതല്ല എങ്കിൽ അവൾ എൻ്റെ കൂടെ തന്നെ നിന്നോട്ടെ, ഈ ബാലേന്ദ്രൻ്റെ മകളായിട്ട് എൻ്റെ കൂടെ നിന്നോട്ടെ. ഞാൻ അവൾക്ക് കൊടുക്കുന്ന സുരക്ഷിതത്വം, സമാധാനം അതിനേക്കാൾ 1% അയാൾക്ക് കൂടുതൽ കൊടുക്കാമെങ്കിൽ മാത്രം അയാൾ എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോയാൽ മതി. അല്ലെങ്കിൽ പിന്നീടുള്ള കാലം ഈ ബാലേന്ദ്രൻ്റെ മകളാണ് അലീന എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം ഇങ്ങനെ ആകെ ടെൻഷനോട് നിൽക്കുവാണ് ഗോവർദ്ധൻ. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, താൻ എന്തിനാണ് ഇത്രയ്ക്ക് ടെൻഷനാകുന്നത് എന്ന്. അന്നേരം അല്ല, ഞാൻ ബാലേട്ടനെ ഓർത്താണ് ടെൻഷൻ അടിക്കുന്നത്. അങ്ങനെ അയാൾ അലീനെ കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അലീനെ കൂട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ പിന്നെ ബാലേട്ടൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ആകെ വിഷമമാണ് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയും, അത് അവൾ പോയതിന് ശേഷമുള്ള കാര്യമല്ലേ, അത് നമുക്ക് അന്നേരം ചിന്തിക്കാമെന്ന്. അന്തെങ്കിലും പെട്ടെന്ന് അപ്പോൾ ഏട്ടത്തി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും വേണ്ട, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ പറയണ്ട, അവളുടെ കാര്യം ഞാൻ മാറ്റി വെച്ചേക്കുവാണ്. ഇപ്പം നമ്മളുടെ മുമ്പിൽ സ്റ്റാൻലി ഉണ്ട്, അയാളുടെ ഒരു റൗണ്ട് കഴിയട്ടെ, പിന്നെയാണ് വൈജയന്തി എന്ന് പറയുന്നുണ്ട്. ഈ പറയുമ്പോഴെല്ലാം ഭയങ്കര ദേഷ്യത്തോടെ വൈജയന്തിയോട് മനസ്സിലുള്ള വൈരാഗ്യം മൊത്തം ആ വാക്കുകളിൽ നമുക്ക് മനസ്സിലാകും. ഏതായാലും അത്രയും പറഞ്ഞിട്ട് അലീനയെ നമുക്ക് കാണിച്ചു കൊടുത്തേക്കാം എന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ബാലേന്ദ്രനെയും കാണിക്കുന്നു. പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലിയാണ്. സ്റ്റാൻലി ഹോട്ടൽ റൂമിലാണെങ്കിലും മദ്യം കഴിക്കുന്നതിന് കുറവൊന്നുമില്ല. റൂം പോയി വന്ന് അതെല്ലാം കൊണ്ട് വെച്ചിട്ട് അങ്ങ് പോകും. പോയി കഴിഞ്ഞ് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തത് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് അപ്പച്ചൻ വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കും, സ്റ്റാൻലി നീ എവിടെയാ എന്ന് ചോദിക്കും. അപ്പച്ചൻ വീട്ടിലുണ്ടായിരുന്നല്ലോ. അന്നേരം ഞാൻ പുറത്ത്, അപ്പച്ചൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ കുളത്തുപുഴയിൽ വന്നിട്ടാണ് നിന്നോട് വിളിക്കുന്നത്, അത് നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് നീ എവിടെയാണ് എന്ന് ചോദിക്കുമ്പം അപ്പച്ച ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ ബാലേന്ദ്രൻ്റെ കാര്യം, അയാളെ ഒന്ന് കാണാൻ
കാണാൻ വേണ്ടി ഞാൻ പാലായിക്ക് പോകുന്നതാണ്, ഞാൻ പാലായിലുണ്ട് എന്ന് പറയുമ്പം നീ എന്തിനാ സ്റ്റാൻലി അതിൻ്റെ പുറകെ പോയത്, ഇതൊക്കെ തട്ടിപ്പായിരിക്കും, അതിൻ്റെ പുറകെ പോകേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, അങ്ങനെ തട്ടിപ്പാണ് എന്ന് ഒറ്റയടിക്ക് അങ്ങ് പറയാൻ പറ്റുമോ അപ്പച്ച? 22 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വൈജയന്തി എന്ന പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഞാനും അവളും പിരിയുന്ന സമയത്ത് അവൾ 8 മാസം ഗർഭിണിയായിരുന്നു. ഇതെല്ലാം ഉള്ള കാര്യമല്ലേ. അതുപോലെ ആ പെൺകുട്ടിയുടെ വയസ്സ് 22 എല്ലാ കാര്യങ്ങളും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അന്നേരവും അപ്പച്ചൻ പറയുവാണ്, നീ വെറുതെ ആവശ്യമില്ലാത്ത വയ്യാവയലിയൊന്നും എടുത്ത് തലയിലേക്ക് വെച്ചേക്കരുത്. ഒന്നാമതേ അതൊരു പെൺകുട്ടിയാണ് എന്നാണ് പറഞ്ഞത്. കാലയിലൊരു മുള്ളു കൊണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു സൂചി കൊണ്ട് എടുത്ത് കളയാം. പക്ഷേ ഇതൊക്കെ ഏറ്റെടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുക്കിളി വെച്ച് മാന്തി കളയാൻ നോക്കിയാലും ചിലപ്പോൾ പിന്നീട് പോയിന്ന് വരില്ല എന്നൊക്കെയാണ് അപ്പച്ചൻ പറയുന്നത്. പക്ഷേ സ്റ്റാൻലി പറയും, അത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് അവളെ കാണാൻ വേണ്ടി ഞാൻ പോവുകയാണ് എന്ന്. അന്നേരം പറയും, കാണണം എന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ കണ്ടോ, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടൊന്നും വന്നേക്കരുത്, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കരുത് എന്ന് പറയും. അന്നേരം അപ്പച്ചൻ ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി ഫോൺ വയ്ക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയാണ്. അലീന എല്ലാവരെയും രാവിലെ റെഡിയാക്കി കോളേജിലോട്ട് പറഞ്ഞു വിടുവാണ്. കോളേജിലോട്ടും സ്കൂളിലോട്ടുമൊക്കെ ആദ്യം ഇറങ്ങി വരുന്ന രോഹിത്താണ്. അവൻ ഷൂസൊക്കെ ഇട്ട് അലീനയോട് യാത്ര പറഞ്ഞു പോകുന്നു. ടാറ്റയൊക്കെ കൊടുത്ത് അത് നോക്കി നിൽക്കുന്നുണ്ട് അലീന. അത് കഴിഞ്ഞ് കൃഷ്ണമോളും ബബിതയും കൂടെ ഇറങ്ങി വരുന്നു. അവരും വണ്ടി കയറിയിരുന്ന് കഴിയുമ്പം ടിഫിൻ ബോക്സ് എടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ വണ്ടിയെ നിറച്ച് ചെളിയുക. അന്നേരം അലീന ചോദിക്കും, ഇത് എന്നതാടി, ഇന്നലെ വന്നപ്പോൾ ഇതൊന്ന് കഴുകി വെക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കും. വണ്ടിയുടെ ഫ്രണ്ടിൽ കുറച്ച് ചെളി ഇങ്ങനെ കട്ട പിടിച്ചിരിപ്പുണ്ട്. അതൊരു തുണിയെടുത്ത് തുടച്ചൊക്കെ കളയുമ്പം ബബിത ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് താങ്ക്സ് എന്ന് പറയുമ്പം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ പോകാൻ നോക്കുകയെന്ന് പറയും. എന്നിട്ട് പരീക്ഷ രണ്ടുപേർക്കും നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതിക്കോണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ അങ്ങ് പോകുന്നതും ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു അലീന. പുറത്ത് നല്ല മഴയാണ്, അതിൻ്റെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ വോയിസിൽ. ഏതായാലും ബാലേന്ദ്രൻ രാവിലെ എഴുന്നേറ്റ് റെഡിയാകുന്നു. ആ സമയത്ത് സ്റ്റാൻലി ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. ആദ്യം വിളിക്കുമ്പോൾ എടുക്കില്ല കേട്ടോ. തലമുടിയൊക്കെ ഈരി വാച്ചൊക്കെ കെട്ടി ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും രണ്ടാമത് ഒന്നുകൂടെ വിളിക്കും. അന്നേരം എടുക്കും. അന്നേരം സ്റ്റാൻലി എന്നത്തെ പോലെ പരിചയപ്പെടുത്തുമ്പം, സ്റ്റാൻലി എനിക്ക് നിങ്ങളുടെ നമ്പർ അറിയാം, ഇനിയിപ്പോൾ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായിരുന്നു വിളിച്ചതെന്ന് ചോദിക്കും. അന്നേരം സ്റ്റാൻലി പറയുവാണ്, എന്നോട് പറഞ്ഞായിരുന്നല്ലോ എനിക്ക് അലീനയെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കി തരാമെന്ന്. അത് എവിടെ വെച്ചാണ് എങ്ങനെയാണ് എന്ന് ഇതുവരെ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുമ്പം, ഞാൻ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുമായിരുന്നു, താങ്കളെ വിളിക്കണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. ഏതായാലും ഇങ്ങോട്ട് വിളിച്ചത് നന്നായി. അലീനയെ കാണണമെങ്കിൽ നമുക്കിവിടെ ഈ വീട്ടിൽ വെച്ച് തന്നെ കാണാമെന്ന് പറയും. അന്നേരം അതിൻ്റെ ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് ശരിയാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അന്നേരം അത് പറ്റിയില്ലെങ്കിൽ ഞാൻ വേറൊരു സ്ഥലം ആലോചിക്കട്ടെ, എന്നിട്ടിങ്ങ് വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യാൻ തുടങ്ങുക. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വിളിക്കാമെന്ന് പറയും. അന്നേരം സ്റ്റാൻലി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, പെട്ടെന്ന് ചോദിച്ചപ്പം ഒരു വെപ്രാളം കൊണ്ട് പറഞ്ഞതാണ് അവിടെ വെച്ച് കാണണോ എന്നൊക്കെ. കുഴപ്പമില്ല, ഞാൻ വരാം, എനിക്ക് ലൊക്കേഷൻ അയച്ചാൽ മതി എന്ന് പറയുന്നു. അന്നേരവും സ്റ്റാൻലിക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ വന്നു കഴിയുമ്പം ആരാണ് എന്നാണ് പറയേണ്ടത്, ഇനിയിപ്പോൾ രണ്ടുപേരും പറയുന്ന രണ്ട് രീതിയിലായി പോകരുതല്ലോ, അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയും, എൻ്റെ ഒരു ക്ലയൻറ്റാണ് എന്ന് പറഞ്ഞോളാം ഞാൻ, അങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയെന്ന്. ആയിക്കോട്ടെ, ലൊക്കേഷൻ അയച്ചേക്കണം കേട്ടോ, ഞാൻ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ലൊക്കേഷൻ കിട്ടണമെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഒരു ഫോം വയ്ക്കും. ഫോം വെച്ച് കഴിഞ്ഞിങ്ങനെ ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിങ്ങനെ റൂമിലിരിക്കുവാണ് ബാലേന്ദ്രൻ. അന്നേരമാണ് അങ്ങോട്ടേക്ക് അലീന കയറി വരുന്നത്. അന്നേരം അലീനയുടെ കയ്യിൽ ചായ ഒന്നുമില്ല. അതുകൊണ്ട് ബാലേന്ദ്രൻ ചോദിക്കും, ഇന്ന് ചായ ഒന്നും ഇല്ലേ എന്ന്. അന്നേരം ഇനി ചായയില്ല, ഒന്ന് കുടിച്ചതല്ലേ, ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒന്ന് കുടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ, ഇതിനൊക്കെ നീ കണക്ക് വെച്ച് തുടങ്ങിയോ എന്ന് ചോദിക്കും. അന്നേരം എല്ലാത്തിനും ഇതിന് കണക്കുള്ളത് നല്ലതാണെന്ന് പറയുമ്പം, നീ കൊള്ളാലോടി എന്ന് പറയുമ്പം, അച്ഛ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ കുടിക്കാൻ ഞാൻ അച്ഛനെ കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതാണ് എന്ന് പറയും. എന്നിട്ട് അലീന പറയുന്നുണ്ട്, എനിക്ക് അച്ഛനോട് ഒരു കാര്യം കൂടി പറയണമെന്നുണ്ടായിരുന്നു, എനിക്കിന്നൊന്ന് പുറത്ത് പോകണം എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, അതെന്തിനാ ഇന്ന് പുറത്ത് പോകണമെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, എനിക്കൊരു ഓർഫനേജിൽ പോകണം, കുറച്ച് സാധനങ്ങൾ മേടിച്ച് അവിടെ കൊടുക്കണം, ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയല്ലോ, അതുകൊണ്ടാണ് ഇന്ന് പോകണം എന്ന് പറയും. അന്നേരം ഇന്ന് തന്നെ പോകണോ, നാളെ പോയാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം, അല്ല ഇന്ന് പോകുമായിരുന്നു, നല്ലതായിരുന്നു എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ പോകാം, നീ ഈ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഞാനും ഒന്ന് കണ്ടിരിക്കട്ടെ, എന്നിട്ട് നീ പോയി കഴിഞ്ഞാലും ആ സാധനങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് അങ്ങ് എത്തിച്ചോളാം, നീ എപ്പോഴൊക്കെയാണ് എന്ന് പറഞ്ഞാൽ മതി, നീ ഇവിടെ ഇല്ല എന്ന് കരുതി അതിനൊന്നും ഒരു മുടക്കം വരണ്ട എന്ന് പറയുമ്പോഴേക്കും അലീന ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ് ബാലേന്ദ്രനെ. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, നീ എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അച്ഛൻ എന്നെ പറ്റിയത് എന്ന് ചോദിക്കും. അന്നേരം എനിക്കെന്നെ പറ്റി, എനിക്കൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ, അല്ല അച്ഛൻ
അച്ഛൻ ഇങ്ങനെയൊക്കെ എന്നോട് ആദ്യമായിട്ടാലോ പറയുന്നത് എന്ന് പറയുമ്പം അല്ലടി നീ എന്നും കൊടുക്കുന്നതല്ലേ, അതിനൊരു മുടക്കം വരണ്ട എന്ന് കരുതി ഞാൻ പറഞ്ഞതാണ് എന്ന് പറയും. അന്നേരം ഭയങ്കര സന്തോഷം അലീനയ്ക്ക്. എങ്കിൽ നമുക്ക് നാളെ പോകാം എന്ന് പറയുന്നു. എന്നിട്ട് അച്ഛൻ താഴേക്ക് വരുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ താഴേക്ക് വന്നേക്കാം എന്ന് പറയുന്നു. എന്നിട്ട് പോകാൻ തുടങ്ങുന്ന അലീന വാതിക്കൽ വരെ ചെന്ന് നിന്നിട്ട് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയിട്ട് അച്ഛാ താങ്ക്സ് കേട്ടോ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ഒന്ന് പോടി എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ അലീനയോട്. അലീന അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ബാലേന്ദ്രന് ഭയങ്കര വിഷമമാണ്. അലീന പോകുന്ന കാര്യം അങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരിത്തിരി സങ്കടത്തോടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ സ്റ്റാൻലി ബാലേന്ദ്രൻ്റെ വീട്ടിലോട്ട് എത്തുവാണ്. ബാലേന്ദ്രനെ ഇറങ്ങി വന്ന് സ്വീകരിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അകത്ത് കയറി ഇരുന്നതിന് ശേഷം അലീന ചായയായിട്ട് വരുമ്പം സ്റ്റാൻലി ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുവാണ് അലീനെ. അതൊക്കെ ഇനി അലീനയ്ക്ക് സംശയമൊന്നും തോന്നണ്ട എന്ന് കരുതി ബാലേന്ദ്രൻ പെട്ടെന്ന് ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്, നിങ്ങൾ മുൻപരിചയം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം എവിടെയോ കണ്ടതുപോലെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് മുഖം മാറ്റും സ്റ്റാൻലി. ഏതായാലും ഇങ്ങനെ അലീനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരോടെ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി പോരുന്ന സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളെയാണ് ഞാൻ ഫേസ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ആരോടൊക്കെ സമാധാനം പറയണം, എന്തൊക്കെ ഞാൻ പറയണം എന്നൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിക്കുമായിരുന്നു എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇപ്പോഴും നോ പറയാനുള്ള അവസരം നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന്. അന്നേരം സ്റ്റാൻലി പറയും അങ്ങനെ എന്നെ നിങ്ങൾ താത്തിക്കിട്ടാൻ നോക്കണ്ട, ഒരാളുടെ മനസ്സും സങ്കടവും വിഷമവും ഒക്കെ മനസ്സിലാകുന്ന ആൾ തന്നെയാണ് സ്റ്റാൻലി എന്നിങ്ങനെ പറയുന്നു. ഇത്രയും പറഞ്ഞേക്കുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.